ഹായ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ഒരു അടിപൊളി പ്ലേസിലേക്കാണ് കേട്ടോ. ഇത് ഒരുപാട് ദൂരെയൊന്നുമല്ല, നമ്മൾ വയനാട്ടിൽ തന്നെയുള്ള വടുവഞ്ചാൽ എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ. ഇവിടെ നല്ല കോടമഞ്ഞൊക്കെ ഉണ്ട് പോണ വഴിയിൽ. അപ്പുറത്തെ ഭാഗത്തൊന്നും നമുക്കൊന്നും കാണാൻ പറ്റുന്നില്ല, പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ക്യാമറയിൽ കാണുന്നതിനേക്കാൾ കൂടുതൽ ഭംഗിയുണ്ട്. ഇതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള പ്ലേസ് കേട്ടോ. ഇതൊരു എസ്റ്റേറ്റ് വില്ലയാണ്, ഭദ്ര എന്നാണ് ഇതിൻ്റെ പേര്. നമ്മൾ ഒരുപാട് നാളായിട്ട് വരാൻ ആഗ്രഹിച്ചിട്ടുള്ളൊരു പ്ലേസാണ് കേട്ടോ. അപ്പോൾ ഇത് ഞങ്ങൾ ഒറ്റയ്ക്കുള്ള ഒരു ട്രിപ്പല്ല കേട്ടോ. ഞങ്ങളുടെ കൂടെ അബി, നെപ്പി അവരുണ്ട്, അവരുടെ ഫാമിലി ഉണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ചാണ് ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് എല്ലാവരുടെയും കൂടെ ഒരു ഗെറ്റ് ടുഗദർ പോലെയാണ് കേട്ടോ. ഇടയ്ക്ക് ഞങ്ങളെല്ലാവരും ഇങ്ങനെ പോവാറുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യം ഞങ്ങൾ ദൂരെയൊന്നും പോയില്ല, വയനാട്ടിൽ തന്നെ ഈ ഒരു പ്രോപ്പർട്ടിയാണ് ഞങ്ങൾ ചൂസ് ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ അതാ ഞങ്ങളൊരു 3 മണിക്കാട്ടോ എത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എത്തിയപ്പോൾ ഒരു ഈവനിങ് ഒക്കെ ആയതുകൊണ്ട് തന്നെ ഇവർ നമുക്ക് കോഫിയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളത് കോഫിയൊക്കെ കുടിക്കാൻ വേണ്ടി പോവാണ്. ഇവിടെ നല്ല ശബ്ദം കേട്ടോ, ഈ സ്ട്രീമിൻ്റെ ഈ ഒരു വെള്ളത്തിൻ്റെയും കുറേ, നമ്മളിതൊരു എസ്റ്റേറ്റിൻ്റെ ഉള്ളിലായതുകൊണ്ട് തന്നെ അങ്ങനത്തെ കുറേ നോയ്സൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വോയിസ് ഓവർ ചെയ്യേണ്ടി വരുന്നത്. എല്ലാവർക്കും കോഫി അറിയാം. എന്നാലും മക്കൾക്കും വേണ്ടേ? 10 പറഞ്ഞോ? മാഡത്തിന് അല്ലല്ല ഫുൾ പേയ്മെന്റ് ഒന്നുമില്ല. അപ്പോൾ നമുക്കിതാ കോഫി, പിന്നെ പഴംപൊരി, നഗറ്റ്സ്, ഇങ്ങനെ കുറേ സാധനങ്ങളൊക്കെ അവർ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളത് കഴിക്കാൻ വേണ്ടി പോവാണ്. പിന്നെ ഇതിൻ്റെ ഓണറും മെയിനായിട്ടുള്ള ആൾ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അവർ നല്ല ബിഹേവിയർ കേട്ടോ. നമ്മളെ ട്രീറ്റ് ചെയ്യുന്നത് ഭയങ്കര അടിപൊളിയായിട്ടായിരുന്നു. അവർ ഷിപ്പിൽ വർക്ക് ചെയ്ത ആളാണ്, പക്ഷെ നല്ല അവരുടെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഞങ്ങളോട് ഇങ്ങനെ ഷെയർ ചെയ്യായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ ഞങ്ങളിവിടെ ഇരുന്ന് കോഫിയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും. ഒരുപാട് നല്ല എസ്തെറ്റിക് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാം കാണാൻ നല്ല ഭംഗിയാണ്. ഒരുപാട് നല്ല രസമായിട്ട് അവർ ഈ ഒരു വില്ല ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇതൊരു 2 BHK വില്ലയാണ് കേട്ടോ. മേലെ 2 ബെഡ്റൂമും താഴെ ഒരു ലിവിങ്ങും കിച്ചണും ഒക്കെ ആയിട്ട് വരുന്നതാണ്. ഒരു കുഞ്ഞു പൂളൊക്കെയാണ് കേട്ടോ. ഇതിൽ ഫസ്റ്റ് തന്നെ ഈ ഒരു ബെഡ്റൂമിൽ ഇതേപോലൊരു നീളത്തിലുള്ള വലിയൊരു കബോർഡ് ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയിൽ നല്ല ഒരുപാട് സ്പേസ് ഒക്കെ ഉള്ള നല്ലൊരു കബോർഡാണ്. പിന്നെ അതേപോലെ അപ്പോൾ ഇവിടെ നിന്ന് വേറൊരാൾ എന്നെ അന്വേഷിച്ച് വരിക കേട്ടോ. ഞാൻ കുറേ നേരമായിട്ട് എന്നെ കാണാനിട്ട് തിരഞ്ഞു വരികയാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഒരു ബെഡ്റൂം വരുന്നത്. ഇതേപോലെ ഇങ്ങനെ ഒരു കുഞ്ഞു ഫ്രിഡ്ജ് ഉണ്ട്. പിന്നെ ഇവിടെ എല്ലാം എന്താ പറയുക, കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ ഇങ്ങനെ 2 ബോട്ടിൽ, അവിടെ ഒരു കെറ്റിലൊക്കെ വെച്ചിട്ടുണ്ട്. കെറ്റിലും നല്ലൊരു വിൻറ്റേജ് ആ ഒരു തീം, അങ്ങനത്തെ ഒരു കളറൊക്കെ ഉള്ള ഒരു കെറ്റിലുണ്ട്. പിന്നെ ഈ ബെഡ്റൂമിൻ്റെ ഈ ഒരു ഗ്ലാസ്സിൽ നിന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ താഴെ ഫുൾ ഇങ്ങനെ സ്ട്രീമിൽ വെള്ളം പോകുന്നത് കാണാം കേട്ടോ. പക്ഷെ അത് മഴയില്ലാത്ത സമയത്താണെങ്കിൽ കുറച്ചുകൂടെ അടിപൊളിയായിരിക്കും കേട്ടോ. നമുക്ക് വേണമെങ്കിൽ അവിടെ പോയിട്ട് ഇരിക്കാം, എന്നിട്ട് ഫോട്ടോസൊക്കെ എടുക്കാം, കുറച്ചുകൂടെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. പക്ഷേ മഴ ആയതുകൊണ്ട് നമ്മൾ അങ്ങോട്ടൊന്നും ഇറങ്ങിയില്ല. കാരണം ഈ ഒരു ഏരിയയിൽ നമ്മൾ വീഴാനൊക്കെ കുറച്ചുകൂടെ ചാൻസ് ഉണ്ടാവുമല്ലോ, അത് കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ടേക്കൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് ഇതൊരു കോഫീൻ്റെ പ്ലാന്റ് ചുറ്റുള്ളത് കൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഇവിടെ ഈ ഒരു എന്താ പറയുക, കാപ്പിയൊക്കെ പൂക്കുന്ന ഒരു സമയം ഉണ്ടാവുമല്ലോ, അതായത് ഇത് പൂക്കളൊക്കെ ഉണ്ടാവുന്ന ഒരു ടൈം, ആ സമയത്ത് നല്ല അടിപൊളിയായിരിക്കും. ഇവിടെ എല്ലാം ചെയ്തിട്ടുള്ള ഒരു റോ ആയിട്ടാണ് കേട്ടോ വോളൊക്കെ. പിന്നെ അതേപോലെ വോളിലൊരു വലിയ പെയിൻറ്റിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാണ് ബെഡ് വരുന്നത്. ഇതിൻ്റെ സൈഡിലൊരു കുഞ്ഞു ടേബിളും ലാമ്പൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ ലാമ്പൊക്കെ അവർ പുറത്തുനിന്ന് ചെയ്യിപ്പിച്ച് എന്താ പറയുക, ഡിസൈനൊക്കെ വേറെ സ്ഥലത്തുനിന്ന് കണ്ടിട്ട് അങ്ങനെയൊക്കെ വന്ന് ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഈ ബാൽക്കണിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കോഫി പ്ലാന്റ് ആണ് ചുറ്റുമെന്ന്. അപ്പോൾ ഈ കോഫി പൂക്കുന്ന സമയത്ത് നല്ല സ്മെല്ലായിരിക്കും കേട്ടോ. അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അടിപൊളിയാണ്. അതുപോലെ ഇവിടെ ഒരു കുഞ്ഞു ടേബിളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ.
ഇവിടെ ഇരിക്കാനും നല്ല നല്ല ശബ്ദവും ഒക്കെ ആയിട്ടുള്ള നല്ലൊരു പ്ലേസാണ്. ഇവിടെയും കുറേ പ്ലാന്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതേപോലെ നല്ല വലിയ പോട്ടിൽ. വേറൊരു അടിപൊളിയായിട്ടുള്ള കാര്യം, ഇതിൻ്റെ നേരെ താഴെ തന്നെ നമുക്ക് ക്യാമ്പ് ഫയറിനൊക്കെ വേണ്ടിയിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പം ഞങ്ങൾ ഇവരുടെ കുറേ ഫോട്ടോസിലും വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ളത് ഇവിടെ ഇങ്ങനെ ഫുൾ ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈവനിങ്ങിൽ നൈറ്റിലെല്ലാവരും അവിടെ നിന്നാണ് ഡിന്നറൊക്കെ കഴിക്കുക. പക്ഷേ മഴ ഞങ്ങളെ ചതിച്ചു, അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങോട്ടേക്കൊന്നും പോകാൻ പറ്റിയില്ല കേട്ടോ. നെക്സ്റ്റ് ഇവിടുത്തെ ബാത്റൂമാണ് കേട്ടോ. ബാത്റൂം എന്ന് പറഞ്ഞാൽ ഒരു ബെഡ്റൂമിന് അത്രയും വലിയ സ്പേസ് ഉണ്ട് കേട്ടോ. അതുപോലെ ഒരു ജക്കൂസിയൊക്കെ ഉണ്ട്. അതിനകത്ത് രണ്ടുപേര് കളിക്കാൻ വേണ്ടി കയറി ഇരിക്കുന്നുണ്ട് കേട്ടോ. അവരാദ്യം വന്ന് ഇവിടെ സ്ഥലം പിടിച്ചിട്ടുണ്ട്. ബാക്കിയെല്ലാം ഭയങ്കര അടിപൊളിയാ അല്ലേ? പൂൾ ആവശ്യമില്ലല്ലോ, നമുക്ക് ഇവിടെ കിടന്നിട്ട് കുളിക്കാം. ഇനി നമുക്ക് കാപ്പി കുടിക്കണം. ഇവിടെ ഗ്ലാസ് ഉണ്ട് ഇപ്പുറത്ത് ഈ ഭാഗത്ത്, അപ്പൊ അറിയാതെ വന്നിട്ട് ഓടി വരും. ശരി പോരിയോ? ഓ അടിപൊളി. ഇത്ര ആൾക്കാരെല്ലാരും കൂടെ ഒരുമിച്ച് കുളിക്കണേ. അത് ജക്കൂസിയാണ്. ജക്കൂസി നല്ല ഭംഗിയുള്ള പ്ലാന്റ് ഒക്കെ അല്ലേ? എന്റെ ഫ്ലാറ്റിലല്ലോ. നീ ഇവിടെ ഉറങ്ങണേ? ഓക്കെ, ഗുഡ് നൈറ്റ്. നല്ല അടിപൊളി ബാത്റൂം അല്ലേ? നല്ലൊരു ഭംഗിയുള്ളൊരു പ്ലാന്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഐക്യാണോ എന്തോ, പക്ഷെ നല്ല ഭംഗിയുണ്ട്. അതിലൂടെ ഒരു ഗ്ലാസ് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ. പിന്നെ നല്ലൊരു മിററുണ്ട്. പിന്നെ എന്താ വാഷ് ബേസ്. പിന്നെ ഇവിടെയൊക്കെ കുറേ നല്ല സ്റ്റോറേജ് ഒക്കെ ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ, അടിപൊളിയായിട്ടുണ്ട്. ഇവിടെയും നല്ലൊരു പ്ലാന്റ്. ഈ ഒരു ഭാഗമൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. സൂപ്പറായിട്ടുണ്ട്. ഇതെന്താന്ന് കണ്ടുപിടിക്കുന്ന ഒരാൾക്കാരാട്ടോ ഈ പിക്ചറിനെ. അബി ഒന്നുകൂടെ വൺസ് മോർ. ആട്ടിട്ടിട്ട് ഓക്കെ. ആളെ മുഖം കറക്റ്റ് എടുത്തു. ആ പൂൾ ടൈമാണ്. പാപ്പ പൂളിൽ ഇറങ്ങാൻ പോവാണ് എല്ലാരും. ഓക്കെ,
മഴ വിഷയല്ല. കുറച്ച് അത് കഴിഞ്ഞ് പല ഓർത്തിലിറങ്ങിയ ഒരു ടൗണിലെടുത്ത് കുടിക്കാൻ ഇഷ്ടമുള്ള ചാൻസ് ഉണ്ടല്ലോ. മഴ മഴ അതൊക്കെ കിട്ടിയില്ലേ? ആ നല്ല സുഖമുണ്ട്, താങ്ക് യു. ഉറപ്പായിട്ടും മറിയില്ലോ. ഇവിടെ ഒരാള് പൂളിലൊക്കെ ഇറങ്ങി നല്ല തണുത്ത് വിറച്ചിട്ട് ഇരിക്കുക കേട്ടോ. ഇവിടെ അല്ലെങ്കിലേ നല്ല തണുപ്പുണ്ട്, അതിനിടയിൽ അവള് കുറേ നേരം കളിച്ചിട്ട് ആകെ തണുത്ത് വിറച്ചിരിക്കുകയാണ്. അപ്പം നാസി വേഗം പോയിട്ട് ഒരു കാപ്പിയൊക്കെ ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ. പിന്നെ ബാക്കി എല്ലാവരും കുളിയൊക്കെ കഴിഞ്ഞു, പിന്നെ റൂമിലൊക്കെ പോയിട്ട് ഒന്ന് ഫ്രഷായി ഞങ്ങളെല്ലാവരും. ഇനി എല്ലാവർക്കും നല്ല വിശപ്പാട്ടോ. പിന്നെ ഇവിടെ ഇരിക്കാൻ നല്ല രസമുണ്ട്. പിന്നെ ഞങ്ങൾക്ക് എന്താ പറയുക, ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ വായിക്കാൻ അറിയില്ലെങ്കിലും അബിയൊക്കെ ഇതാ എടുത്തിട്ട് ഭയങ്കര അടിപൊളിയായിട്ട് ഇരുന്ന് പോസ് ചെയ്യാട്ടോ. പിന്നെ കുറേ നല്ല ഫോട്ടോസൊക്കെ എടുത്തിട്ടോ. ഫോട്ടോസൊക്കെ എടുക്കാൻ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഇതാ അബീൻ്റെ പ്രാക്ടീസൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ പാപ്പു ഡാൻസ് കളിക്കുക, അങ്ങനെ ഓരോരുത്തരും ഓരോ ആക്ടിവിറ്റി ഒക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ മുർഷിയും നെപ്പിയും അവരെ ഡാൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും. പിന്നെ ഞങ്ങൾ കുറേ റീൽസൊക്കെ എടുത്തു. പിന്നെ നല്ല വിശപ്പാണ്. അടുത്ത ഞങ്ങൾ ഇനി ഒരു ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഞങ്ങൾക്കുള്ള ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട്. വിശന്നില്ലേ? അടിപൊളിയായിരുന്നു, നല്ല ഭംഗിയുണ്ട്. ഇവിടെ ക്രാഡിലൊക്കെ ഉണ്ട്. ഇതെനിക്ക് ഒന്ന് ഇവിടെ വരുന്നവർക്ക് യൂസ് ചെയ്യാനുള്ള അല്ലേ. അത് നോക്കി എഗ്ഗിൻ്റെ സംഭവം. അത് ഞാൻ ആമസോണിൽ കണ്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ അല്ലാതെ ചെയ്യുമ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ വിൻഡോ അല്ലേ. ഇവിടെ നിന്ന് ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അപ്പുറത്തേക്ക്, അപ്പുറത്ത് ഭയങ്കര പാട്ടാണ്. അതുകൊണ്ട് അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ചിട്ടോ. ഫുഡ് കഴിക്കുന്ന കംപ്ലീറ്റ് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം എല്ലാവരും പൂളിലൊക്കെ കളിച്ചിട്ട് നല്ല വിശന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ബട്ടർ ചിക്കനും പിന്നെ ഫ്രൈഡ് റൈസും അതൊക്കെയായിരുന്നു. അപ്പോൾ നല്ല അടിപൊളി ഫുഡൊക്കെ കഴിച്ചു. ഇതാ ഇനി അടുത്ത നാസീൻ്റെ കലാപരിപാടിയാണ് കേട്ടോ. അപ്പം ഞങ്ങൾ ഇവിടെ ഇരുന്നിട്ട് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ആ ഒരു ലിവിങ് റൂമിൽ ഇരുന്നിട്ട് നമ്മൾ ഇഷ്ടമുള്ള കുറേ നല്ല പാട്ടുകളൊക്കെ പ്ലേ ചെയ്ത് അവിടെ ഇരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഉറങ്ങാൻ ഒരുപാട് ലേറ്റായി. അങ്ങനെ ഇതാ ഇവിടെ ഇരുന്ന് എല്ലാവരും നല്ല കുറേ പാട്ടുകൾ കേൾക്കുകയായിരുന്നു കേട്ടോ. ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ. അതിൻ്റെ ഒരു ഫീൽ നമുക്ക് ഭയങ്കര റിലാക്സ് ചെയ്തിട്ട് കുറേ നല്ല പാട്ടുകൾ കേട്ടിട്ടുണ്ടായി കേട്ടോ. പക്ഷെ ഇവിടെ നമുക്ക് പ്ലേ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. അത്രയും അടിപൊളി നല്ല നല്ല കുറേ മെലഡിയും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കാൻ പറ്റിയിട്ടുണ്ടായി.
അതെല്ലാം പിന്നെ ഇത് തുറന്നിട്ട് ഇവിടെ സ്ലാബ് കയറിയിരിക്കാം. ആ സ്ലാബ് കയറിയിരുന്നു. എന്റെ നടപ്പ് ഇതെന്താ? ഈ പറഞ്ഞ ഗ്ലാസ് ഇത് കുറച്ചുകൂടി വാങ്ങിയിട്ട് വാങ്ങി. ഇതോ? അബി എന്തിന്റെയോ മേലെ കയറിയിരിക്കണ പോലെ ഉണ്ട്. ആമയാണ് ഏറ്റവും വൈബില് കഴിക്കുന്നത്. ബ്രെഡ് ബ്രെഡ് അല്ല ഇവരുടെ നല്ല രസമുണ്ട്. അബി അറിയുന്നില്ല എന്നെ കൊണ്ട് രസം. അബി അറിഞ്ഞാലിപ്പോ ഫുള്ള് ബ്രെഡൊക്കെ എടുക്കണ ചിലപ്പം സ്റ്റൈലാക്കി തരും. താങ്ക് യു. ഓക്കെ ബൈ. അപ്പോൾ സാർ ആദ്യം തന്നെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ പിന്നെ കുറച്ച് ലേറ്റായിട്ടാണ് ഇറങ്ങിയിട്ടുണ്ടായത്, ലഞ്ചൊക്കെ കഴിച്ചിട്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവരെല്ലാവരും വീണ്ടും ഒന്നുകൂടെ പൂളിലൊക്കെ ഇറങ്ങിയതാണ് കേട്ടോ. ക്യാമറമാൻ അടിപൊളി. ആ അറ്റത്തേക്ക് പോണല്ലോ, അവിടെ വരെ പോണ്ടേ. വാ നോക്കിയൊക്കെ എന്താ അവിടെ ഉള്ളത് കാണാലോ. അതും കൂടെ പോട്ടോ. ക്യാമറയിൽ മാത്രം നോക്കി പോണ്ടേ. പക്ഷെ എന്ത് ഭംഗിയല്ലേ, പൂക്കളും എല്ലാം. മഴയില്ലേ കുറച്ചുകൂടെ ഇവിടെ ഭംഗിയുണ്ടാവും. എല്ലാവർക്കും ഇവിടെ വന്ന് ഇരിക്കാനൊക്കെ പറ്റൂലേ. ആ ഓ ക്യാമ്പ് ഫയർ. അവിടെ ഡിന്നർ വെക്കാം. ഓ കുറച്ചുകൂടെ അടിപൊളിയായിരിക്കും അല്ലേ. പക്ഷെ മഴയാണ്, പക്ഷെ എന്നാലും കുഴപ്പമില്ല. മഴേൻ്റെ ഒരു വൈബും കിട്ടുന്നുണ്ടല്ലോ. അട്ടുണ്ടോ? ആ എനിക്ക് ഈ പോട്ടൊക്കെ ഭയങ്കര ഇഷ്ടമായി. ഇത് നോക്ക്. അയ്യോ മഴയത്തോ നോട്ടെ പാപ്പു. ആ കുടം ഒന്ന് തിരിച്ചുപിടി. എല്ലാം പഠിച്ചു. ഇതിലേക്ക് വേണ്ട ക്യാരറ്റ് കുറവാണ്, റൈസും കുറവാണ്. അതിനെടുക്കാം. എല്ലാവർക്കും ഓരോ പീസ് നോക്കാം.
നമ്മളിവിടെ നിന്ന് പോവാണ് കേട്ടോ. നമ്മളെല്ലാ പരിപാടിയും കഴിഞ്ഞു. ഇനി ഇതാ നല്ല അടിപൊളി സ്ഥലമായിരുന്നു, സൂപ്പറായിരുന്നു. അതൊക്കെ കഴിഞ്ഞു. ഇവിടെ കപ്പിൾസിന് ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ട്. ഞാനൊരു വീഡിയോ ഞാൻ പോവാണ്. അപ്പോൾ ഇതെല്ലാവരും ലഗേജ് പോകാനുള്ള പരിപാടിയാണ്. അടിപൊളി ഒരു സ്റ്റേ ആയിരുന്നു കേട്ടോ. എല്ലാം സൂപ്പറായിരുന്നു, നല്ല ഫുഡായിരുന്നു. നമ്മൾ കുറേ ഫുഡ് കഴിച്ചതും പിന്നെ ഇവരുടെ ഈ ഒരു കിച്ചണിൻ്റെ ഇതൊക്കെ അടിപൊളിയാണ് കേട്ടോ. ഈ ഒരു ഡോർ ചെയ്തത് ഇവിടെ ഭയങ്കര ശബ്ദമാണ് മഴ പെയ്യുന്നതിൻ്റെ, പക്ഷെ എന്നാലും കുറച്ചൊക്കെ കേൾക്കാൻ പറ്റും. ഇതായിരുന്നു നമ്മൾ റീൽസൊക്കെ എടുത്ത കിച്ചൺ. നല്ല ക്യൂട്ടായിട്ടുള്ള കിച്ചണൊക്കെ ഉണ്ട്. നമ്മളിതാ ഇവിടെ ഇനി പോകാനുള്ള പരിപാടിയാണ്. എല്ലാവരോടും ബായ് പറഞ്ഞ എല്ലാവരും പോകണം. നല്ല ചേട്ടനായിരുന്നു കേട്ടോ, അവർ നല്ല ഹെൽപ്പായിരുന്നു. ആ മഴയില്ലാത്തപ്പോൾ ഒരു ദിവസം വരാം. ബാബു ബായ് പറഞ്ഞോ? ഓക്കെ പറയും. അല്ല അവിടെ പോവാം. അപ്പൊ ഇവിടെ മുർഷിയുണ്ട്, ഫുൾ ഫോട്ടോഷൂട്ടിലാണ്. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ഭദ്ര. എന്റെ പാപ്പു വരുന്നുണ്ട് അല്ലേ പാപ്പു? ഇനി റിത്തു ബേബി വരുന്നുണ്ട്. ഇനി നമ്മളെല്ലാരും കൂടെ ഇപ്പൊ പോവും. ഇനി ഇവിടെ അബീന്റെ ഒരു ഫ്രണ്ടിന്റെ വീടുണ്ട് കേട്ടോ. അപ്പൊ അവിടെയും കൂടെ നമുക്ക് പോകാനുണ്ട് കേട്ടോ. നല്ല ഭംഗിയാട്ടോ ഈ പ്രോപ്പർട്ടി കാണാന്. ഇതിന്റെ ചെടികളും അതേപോലെ ഇതിന്റെ ഉള്ളിൽ വേറൊരാളുണ്ടായിരുന്നു. പാപ്പു വരണ്ടേ? നോക്കണേ അവരെ നോക്കണേ. എങ്ങനെ ഉണ്ടായിരുന്നു ഇവിടുത്തെ എക്സ്പീരിയൻസ്? ഇതിന് മുന്നത്തേതിന് അടിപൊളിയായിരുന്നു. പക്ഷെ ഇപ്പൊ ഇവിടെ വന്നപ്പോ കുറച്ച് അതിനേക്കാളും അടിപൊളിയായിരുന്നു. ഇത് ഒരു വീട് ഫീല്. പക്ഷെ നമ്മള് വീട്ടിലല്ല നിൽക്കുന്നത്. വീടാണെന്ന് നമുക്ക് തോന്നുന്നില്ല, പക്ഷെ വീടല്ല, ഇത് ഒരു അടിപൊളി വില്ലയാണ്. ഓ ഇതില് ഇതൊക്കെ നോക്കി എന്ത് ഭംഗിയല്ലേ കാണാൻ. ഞാൻ എടുത്തരാം. ഇല്ല ഞാൻ ഇത് ഇന്ന് കംപ്ലീറ്റ് ആക്കട്ടെ. ഇതിന്റെ ഒരു ഭംഗിയൊക്കെ ഒന്ന് കാണട്ടെ. വീട്ടിലുള്ള ഒരു പ്ലാൻ തന്നെയാ, പക്ഷെ കാണാൻ രസമുണ്ട്. ഇവിടെ ഇരിക്കാനൊക്കെ ഇങ്ങനെ സ്പോട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഭയങ്കര മഴ ആയതുകൊണ്ടാണ് ഇപ്പൊ മഴയുടെ ശബ്ദം നിങ്ങൾ കേൾക്കുന്നുണ്ടാവും. അത് നമ്മളെ അതെ. പിന്നെ ഇതാ ഇവിടെ ഇങ്ങനെ ഇതിന്റെ ബാക്ക് വശമൊക്കെ ഇങ്ങനെ കേട്ടോ, കിളികളുടെ ശബ്ദവും. ഇത് എന്ത് പ്ലാന്റ് ആണെന്നൊന്നും പറഞ്ഞാൽ അറിയില്ല, പക്ഷെ കേട്ടോ. ഇത് ലില്ലിയാണേ, പക്ഷെ ഇതിന്റെ അടിപൊളി സ്മെല്ലാട്ടോ. ഇതിന്റെ മേലോട്ടൊക്കെ ഫുൾ കാപ്പീൻ എസ്റ്റേറ്റ് ആണ് കേട്ടോ. നല്ല മഴ വരുന്നുണ്ട് കേട്ടോ, നമുക്ക് പതുക്കെ കയറാം. ഓ അടിപൊളിയാണ്, സൂപ്പർ. ഇവിടെ ലൈറ്റ് ഒക്കെ ഉണ്ട്. രാത്രിയായിരുന്നു നല്ല ഭംഗി. ഇവിടെ ശരിക്കും ക്യാമ്പ് ഫയറും പരിപാടിയൊക്കെ ഉണ്ടാവുന്ന സ്ഥലമാട്ടോ. 3 മണിക്ക് ഉറങ്ങിയത് നമ്മൾ കറക്റ്റ് ഉറങ്ങാനായി 8 ആ സമയത്തൊന്നും ഉറങ്ങി. എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പം എല്ലാരും വന്നിട്ട് പോയാലോ. നല്ല രസമായിരുന്നു. ആ സമയത്ത് നമ്മള് വീഡിയോ ഒന്നും എടുത്തില്ല. എല്ലാരും നല്ല പാട്ടൊക്കെ വെച്ച് റീൽസ് ഒക്കെ ആയിരുന്നു. പക്ഷെ നമ്മള് നല്ലൊരു ദിവസമായിരുന്നു അല്ലെ. വീഴും. മഴ പെയ്തോണ്ട് തെന്നിയിട്ടുണ്ട് അവിടെ. ബാബാ ആമി ലാസ്റ്റ് പോകുന്ന നേരത്ത് വീണ് ഇതാവല്ലേ. റിക്കു അവിടെ നിക്കണേ. ഇവിടെ നിന്നുള്ള വ്യൂ ആട്ടോ അതിങ്ങനെ ഭയങ്കര അടിപൊളിയാ. നമുക്ക് ഇതിൽ കൂടെ നടന്നിട്ട് ആ വഴി കൂടെ പോവാം. ഇങ്ങനെയായിരുന്നു അതിന്റെ വ്യൂ ഒക്കെ വരണേ. അല്ല ഇനി നമ്മൾ ഇറങ്ങാം. ഇനി നിനക്ക് അവിടുന്ന് എന്തൊക്കെയോ ഫോട്ടോസ് എടുത്തല്ലേ. വന്നേ അമ്മി ഞാൻ ഇല്ല, വാ ഇതിലെ പോവാം. വാ എല്ലാരും ഇത് ഇതിൽ വരുന്നു. നമുക്ക് ഫോട്ടോസ് എടുക്കണ്ടേ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിതാ കയറി വണ്ടിയില്.
അപ്പം മഴയൊന്നും ഇല്ലാത്ത സമയത്ത് നമ്മളിനി പിന്നെ ഒരു ദിവസം വരും അല്ലേ? ഓക്കേ, അപ്പം കയറി നിങ്ങളല്ലേ പറഞ്ഞേ അതില? ആ ഓക്കെ. അതൊന്നും കുഴപ്പം. നിങ്ങൾ കേറിയിട്ട് ഞാൻ എടുക്കാം കേട്ടോ. ഓ സൂപ്പറാട്ടോ അവിടുത്തെ ചെടി. ഈ ഒരു പ്ലാന്റ് നിങ്ങൾ എവിടെയോ ഒന്ന് കണ്ടിട്ടുണ്ട്. എവിടെ നിന്ന് ഇങ്ങനെ നോക്കി അവിടെ നല്ല വെള്ളമുണ്ട് കേട്ടോ. പക്ഷെ മഴ കാരണം നമുക്കത് ഇങ്ങനെ എടുക്കാൻ പറ്റിയിട്ടില്ല, അല്ല ഇറങ്ങാൻ പറ്റില്ല അങ്ങോട്ടൊന്നും. മേലോട്ടൊക്കെ ഇങ്ങനെ നല്ല വ്യൂ ആണ്.